ഹേയ് ഹലോ നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബ്രൂസ്ലി PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്കിനി കുറച്ച് ദിവസമേ ഉള്ളൂ. അതായത് ഫസ്റ്റ് പ്രിലിമിനറി ഘട്ടത്തിന് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. അവരും എഴുതുക, അതുപോലെ തന്നെ രണ്ടാമത്തെ സെഷനുള്ളവർ എഴുതി നോക്കുക. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലെ ലാസ്റ്റ് എക്സാം ആയിരിക്കും ഇതെന്ന് പറയുന്നത്. ഇന്ന് 80 ചോദ്യമാണ് നമ്മൾ ചെയ്തു നോക്കാനായിട്ട് പോകുന്നത്. 80 ചോദ്യം, അതുപോലെ തന്നെ ഒരു കട്ട് ഓഫ് ഉണ്ടായിരിക്കും. കട്ട് ഓഫ് നമ്മുടെ തംബ്നെയിലിൽ എത്രയാണോ പറയുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ കട്ട് ഓഫ്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. എല്ലാവരും എന്ത് ചെയ്യുക, നല്ലപോലെ എഴുതുക. 3 തെറ്റിന് 1 മാർക്ക് വെച്ച് മൈനസും പോകുന്നുണ്ട്. സോ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് എഴുതുക. ഓരോ ചോദ്യവും ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയതിന് ശേഷം എഴുതുക. സപ്പോസ് വായിക്കുന്നത് വേണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്ത് വയ്ക്കുക. പോസ് ചെയ്തതിന് ശേഷം വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം ആൻസർ ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനൊപ്പം പറയുന്ന റിലേറ്റഡ് ഫാക്റ്റ് കൂടെ എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. നമുക്ക് നേരെ നമ്മുടെ എക്സാമിലേക്ക് കടക്കാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഹൈപ്പ് ചെയ്യണം, മറക്കരുത്. ഒന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം, ഈഴവ മെമ്മോറിയൽ, പാലിയം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം. ആൻസർ പറയുവാണ്. ഓപ്ഷൻ ബി ആണ്. 2, 4, 3, 1 ആൻസറായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ് 1931 നവംബർ 1 അല്ലേ? 1931 നവംബർ 1. എന്നാൽ ഈഴവ മെമ്മോറിയലാണെങ്കിലോ 1896 സെപ്റ്റംബർ 3. 1896 സെപ്റ്റംബർ 3. 1896 സെപ്റ്റംബർ 3. ഇനി വൈക്കം സത്യാഗ്രഹമാണെങ്കിലോ 1924 മാർച്ച് 30. ഓക്കെ, മാർച്ച് 30, 1924 മാർച്ച് 30 എന്ത്, വൈക്കം സത്യാഗ്രഹം. ഇനി ഒന്നുകൂടെ ഉണ്ട്, പാലിയം സത്യാഗ്രഹം. അതെന്നാണ് 1947. ഓക്കെ, പാലിയം സത്യാഗ്രഹം 1947. ഇനി നമുക്ക് തന്നെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ആദ്യം വരുന്നത് 2 ഈഴവ മെമ്മോറിയൽ, പിന്നെ വരുന്നത് 4 വൈക്കം സത്യാഗ്രഹം. നെക്സ്റ്റ് ഗുരുവായൂർ സത്യാഗ്രഹം 1931, പാലിയ സത്യാഗ്രഹം 1947. ഈ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ശ്രദ്ധിക്കുക. ഈ പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സി കേശവൻ. ഓക്കെ, സി കേശവനാണ് പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. രണ്ടാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ചേറ്റൂർ ശങ്കരൻ നായർ. ഓക്കെ, ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ എന്ത് ചെയ്തു, അംഗത്വം ഉണ്ടായിരുന്നില്ലേ, അധ്യക്ഷ പദവിയിലിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏത് വർഷമാണ്? 1897. ഓക്കെ, 1897 ഏത് സമ്മേളനമാണ്? അമരാവതി സമ്മേളനമാണ്. ഓക്കെ, അമരാവതി സമ്മേളനം 1897. അമരാവതി സമ്മേളനം 1897 ഓർക്ക്. മൂന്നാമത്തെ ചോദ്യം, 1900 ഏത് വൈസ്രോയ്ക്കാണ് 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്? 1900 ഏത് വൈസ്രോയ്ക്കാണ് 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലോർഡ് കഴ്സൺ. ഓക്കെ, ലോർഡ് കഴ്സനാണ് എന്ത് ചെയ്തത്, സമർപ്പിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഈ ഒരു ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഓക്കെ, ഡോക്ടർ പൽപ്പു ആണ്. ഓർത്ത് വെച്ചേക്കുക, ഡോക്ടർ പൽപ്പു ആണ് 2ാം ഈഴവ മെമ്മോറിയൽ എന്ത് ചെയ്തത്, നേതൃത്വം നൽകിയത്. നാലാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക.
ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരി. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, സ്വദേശാഭിമാനി വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഈ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഓക്കെ. പിന്നെ ആത്മാനുതാപം ആരാണ് എഴുതിയത്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓക്കെ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 5ാമത്തെ ചോദ്യം, സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ എ ആണ് വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം എന്ന പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. 6ാമത്തെ ചോദ്യമാണ്, 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡി കെ കാർവെ. ഓക്കെ, ഡി കെ കാർവെയാണ്. അതുപോലെ തന്നെ ജ്യോതിറാവു ഫുലെ സ്ഥാപിച്ചത് എന്താണ്? സത്യശോധക് സമാജം. ഓക്കെ, സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. പിന്നെ അതുപോലെ തന്നെ പണ്ഡിത രമാബായി ആണ് ആര്യ മഹിളാസഭ. ഓക്കെ, ആര്യ മഹിളാസഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി. അപ്പോൾ സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെ, ആര്യ മഹാസഭ പണ്ഡിത രമാബായി. ഓക്കെ, ആര്യ മഹിളാസഭയാണ്. ആര്യ മഹിളാസഭ ആരാണ്? പണ്ഡിത രമാബായി ആണ്. ഓർത്തിരിക്കുക, ആരാണ്? പണ്ഡിത രമാബായി. 7ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം. ആൻസർ ഓപ്ഷൻ ബി ആണ് ചൗരി ചൗര സംഭവം. ഓക്കെ, ചൗരി ചൗര സംഭവം. ഈ ചൗരി ചൗര സംഭവം നടന്ന വർഷം എന്നാണ്? 1922. ഓക്കെ, ചൗരി ചൗര സംഭവം നടന്ന വർഷം എന്നാണ്? 1922. ഓക്കെ, 1922 ഇനി ചോദിക്കട്ടെ, ഈ സന്യാസി കലാപം നടന്നത് എവിടെയാണ്? സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ബംഗാൾ. ഓക്കെ, സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ബോംബെ. ഓക്കെ, ബോംബെ ആണ്. ആരാണ്? 1942. ആ സമയത്തെ അധ്യക്ഷൻ ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. 1942 ഇത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ആ സമയത്ത് അധ്യക്ഷൻ ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു ആ സമയത്ത് എന്ത് ചെയ്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നത്. 10ാമത്തെ ചോദ്യം, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി വില്യം ജോൺസ് ആണ്. ഓക്കെ, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ്. ഓക്കെ, വില്യം ജോൺസ്. 11ാമത്തെ ചോദ്യം, ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ലോക്സഭയിലാണ്. ഓക്കെ, ലോക്സഭയിലാണ്. 12ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത്? മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്നത് പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹൈക്കോടതി. ഓക്കെ, ഹൈക്കോടതിയാണ് മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതിയാണ്. ഓക്കെ, ഹൈക്കോടതിയാണ്.
13-ാമത്തെ ചോദ്യം, വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് 61-ാം ഭേദഗതി. ഓക്കെ, 61-ാം ഭേദഗതി. നെക്സ്റ്റ് 14-ാമത്തെ ചോദ്യമാണ്, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, കൺകറന്റ് ലിസ്റ്റ് ആണ്. 15-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സ്ഥിരം സഭ 5 വർഷമാണ് സഭയുടെ കാലാവധി. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന മാത്രമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം ആണ്. ഓക്കെ, 1ഉം 2ഉം ആണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സ്ഥിരം സഭ. ഓക്കെ, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ്? സ്ഥിരം സഭയാണ്. ഓക്കെ, സ്ഥിരം സഭയാണ്. 16-ാമത്തെ ചോദ്യം നോക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്? വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്? ആൻസർ ഓപ്ഷൻ എ ആണ് 2025 മെയ് 2. ഓക്കെ, 2025 മെയ് 2 ആണ്. 17-ാമത്തെ ചോദ്യം, 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്? 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് JD വാൻസ് ആണ്. ഓക്കെ, JD വാൻസ് ആണ്. 18, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനൊപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി? സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി? ആൻസർ ഓപ്ഷൻ എ ആണ് VP മേനോൻ. ഓക്കെ, VP മേനോനാണ്. 19-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗുൽസാർലാൽ നന്ദ. ഓക്കെ, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസാർലാൽ നന്ദ. 20-ാമത്തെ ചോദ്യം, ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാർ ഒപ്പിട്ടത്? ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ് ചൈന. ഓക്കെ, ചൈനയാണ്. 21, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെ? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെ? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഓക്കെ, ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ്. 22, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, ആന്ധ്രാപ്രദേശാണ്. 23, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം? ആൻസർ ഓപ്ഷൻ സി ആണ് വാരണാസി. ഓക്കെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? അത് വാരണാസിയാണ്. 24, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ആൻസർ ഓപ്ഷൻ എ ആണ് ഡോക്ടർ വി നാരായണൻ. ഓക്കെ, ഡോക്ടർ വി നാരായണനാണ്. 25,
ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ: ഹിരാക്കുഡ്, സർദാർ സരോവർ, കൃഷ്ണരാജ സാഗർ ഡാം, നിസാം സാഗർ ഡാം. ഇത് പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കണേ. ആൻസർ ഓപ്ഷൻ സി ആണ്. ഹിരാക്കുഡ് എവിടെയാണ്? മഹാനദി. ഹിരാക്കുഡ് മഹാനദി. സർദാർ സരോവർ എവിടെയാണ്? നർമ്മദ. സർദാർ സരോവർ എവിടെയാണ്? നർമ്മദ. അടുത്ത കൃഷ്ണരാജ സാഗർ ഡാം കാവേരി. കൃഷ്ണരാജ സാഗർ ഡാം എവിടെയാണ്? കാവേരി. നിസാം സാഗർ ഗോദാവരി. ഓക്കെ, നിസാം സാഗർ ഗോദാവരി. അപ്പോൾ കൃഷ്ണരാജ സാഗർ കാവേരി, നിസാം സാഗർ ഗോദാവരി, ഹിരാക്കുഡ് മഹാനദി ഒഡീഷയിലാണ്, സർദാർ സരോവർ നർമ്മദയാണ്. ഓക്കെ, സർദാർ സരോവർ എവിടെയാണ്? നർമ്മദയാണ്. ഇരുപത്തിയാറാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ്. ആൻസർ ഓപ്ഷൻ എ ആണ്, അഗസ്ത്യമല. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അഗസ്ത്യമല. അഗസ്ത്യമല. 27. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര്? പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. 28. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കൊല്ലം ചെങ്കോട്ട. കൊല്ലം ചെങ്കോട്ടയാണ്. 29 ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തതേതെന്നാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നു. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു. മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങൾ. നിരപ്പായ താഴ്വരകളായ ഡൂണുകൾ കാണപ്പെടുന്നു. സവിശേഷതകൾ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം സവിശേഷതകളല്ല. ഓക്കെ, 1ഉം 4ഉം എന്നാണ്, സവിശേഷത അല്ല. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നുണ്ട്. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഹിമാലയ പർവ്വതനിരകൾ. ഓക്കെ. 30ാമത്തെ ചോദ്യം. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം. ആൻസർ ഓപ്ഷൻ എ, ബ്രഹ്മപുരം. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏതാണ്? ബ്രഹ്മപുരം. 31 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, സൗദി അറേബ്യ. ഓക്കെ, സൗദി അറേബ്യ. 32 കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. പാമ്പാടുംചോല, മതികെട്ടാഞ്ചോല, ഇരവികുളം, സൈലന്റ് വാലി. പോസ് ചെയ്ത് വെച്ചിട്ട് മാച്ച് ചെയ്തതിന് ശേഷം ആൻസർ കറപ്പിക്കാവുന്നതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്കിതൊന്ന് ചേർത്ത് നോക്കാം. പാമ്പാടുംചോലയാണത് ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഓക്കെ, ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. ഇനി മതികെട്ടാഞ്ചോലയാണെങ്കിൽ 2003 ദേശീയോദ്യാനമായത്. ഓക്കെ, മതികെട്ടാഞ്ചോല 2003 ദേശീയോദ്യാനമായത്. ഇനി ഇരവികുളമാണേലോ നീലഗിരി താറാണല്ലേ. ഇരവികുളമാണ് നീലഗിരി താറാണ്. എന്നാൽ സൈലന്റ് വാലി നീലഗിരി കുന്നുകൾ. ഓക്കെ, സൈലന്റ് വാലി നീലഗിരി കുന്നുകളും ഇരവികുളത്ത് കാണപ്പെടുന്നത് എന്താണ്? നീലഗിരി താർ. 33 ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായി താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാതങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാതമായ ഉഷ്ണക്കാറ്റിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു?
ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായി താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ലൂ. ഓക്കെ, ലൂ ആണ് കറക്റ്റായിട്ട് വരുന്നത്. 34. പെരിയാർ നദിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പെരിയാർ നദിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിൻ്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്ന നദിയാണ്. പൗരാണിക കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ തമിഴ്നാട്ടിലെ സുന്ദരിമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മുതിരപ്പുഴ ഈ നദിയുടെ പോഷക നദിയാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യണ്ട, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കണ്ട. 35-ാമത്തെ ചോദ്യം, കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമമായ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? അതാണ് കെ സ്മാർട്ട്. ഓക്കെ, കെ സ്മാർട്ട്. 36. നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ചുറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം. നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ചുറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, പെരിയാർ ടൈഗർ റിസർവ്. ഓക്കെ, പെരിയാർ ടൈഗർ റിസർവ്. 37. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പുല്ലമ്പാറ. ഓക്കെ, പുല്ലമ്പാറയാണ്. 38. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണേത്? കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികളിൽ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കരേവാസ് ആണ്. ഓക്കെ, കരേവാസ് ആണ്, കരേവാസ്. 39-ാമത്തെ ചോദ്യം നോക്കാം. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു. കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് എന്തെന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മഴനിഴൽ പ്രദേശം. ഓക്കെ, മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 40-ാമത്തെ ചോദ്യം, വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക. കല്ലടയാറിലെ പതനസ്ഥാനമാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു. മൺട്രോ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ. ഓക്കെ, ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മുടെ PSC ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത് 1ഉം 4ഉം ആണ്. പക്ഷേ എന്താണ്, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പുന്നമടക്കായലാണല്ലേ. അപ്പോൾ അത് വന്നിട്ട് നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. PSC ഇത് ക്യാൻസൽ ചെയ്തിട്ടില്ല, ആൻസർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ഈ ചോദ്യം വിട്ടിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 41-ാമത്തെ ചോദ്യം, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്. മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണെന്ത്? ഓപ്പറേഷൻ ബ്രഹ്മ.
അപ്പോൾ ഈ ഓപ്പറേഷൻസ് ഒക്കെ ഒരു പാട്ടിലൂടെ തന്നെ നമ്മൾ ഇതൊക്കെ ഓൾറെഡി ഒരു ഷോർട്സ് റീൽ ഇട്ടിട്ടുണ്ട്. ആ റീല് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു 2-3 പ്രാവശ്യം പാടി പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഓപ്പറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. സോ ആ ഒരു റീല് കണ്ട് നോക്കുക, പാടി പഠിക്കുക. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് 1 മാർക്കിന് വരും. ഓക്കെ. 42ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നീണ്ടകര. ഓക്കെ, നീണ്ടകരയാണ്. 43. കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. കേരളത്തിൻ്റെ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ശരിയായവ തിരിച്ചറിയാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 3ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചിയാണ്. ഓക്കെ, പീച്ചിയാണ്. 44 ചേരുംപടി ചേർക്കാനാണ്. കരുമാടിക്കുട്ടൻ സ്മാരകം, ചന്ദ്രഗിരി കോട്ട, പുനലൂർ തൂക്കുപാലം, വാഗൺ ട്രാജഡി സ്മാരകം. പോസ് ചെയ്ത് വെച്ചിട്ട് മാച്ച് ചെയ്ത് നോക്കണേ. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3, 2, 4, 3, 1, 4, 2. നമുക്ക് നോക്കാം. കരുമാടിക്കുട്ടൻ എവിടെയാണ്? ആലപ്പുഴ. ഓക്കെ, ആലപ്പുഴ ജില്ലയിലാണ് കരുമാടിക്കുട്ടൻ. അതുപോലെ തന്നെ ചന്ദ്രഗിരി കോട്ട എവിടെയാണ്? കാസർഗോഡ്. ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്. പിന്നെ പുനലൂർ തൂക്കുപാലം കൊല്ലത്താണ്. വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറമാണ്. ഓക്കെ, പുനലൂർ തൂക്കുപാലം കൊല്ലം, വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണ്? മലപ്പുറത്താണ്. 45ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ശരിയായവ കണ്ടെത്താനാണ്. ബോക്സാർ കലാപം അമേരിക്ക, ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചൈന, രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. ശരിയായിട്ടുള്ളത് 2, ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക ശരിയാണ്. പിന്നെയുള്ളത് രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്, അതൊന്നാണ് ശരിയാണ്. നമുക്കറിയാം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എവിടെയാണ്? ഫ്രാൻസ് ആണല്ലേ. 46. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതാണ്? കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോകില സന്ദേശം. ഓക്കെ, കോകില സന്ദേശമാണ്. 47. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ചെഴുതുക. അപ്പോൾ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിലാണ് ക്രമീകരിച്ചെഴുതേണ്ടത്. ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഓക്കെ, ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. 48. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ഇന്ത്യയുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടെ ഉണ്ടാവും. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. ഇതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 4, 5 ആണ്. അല്ല, 1, 4, 6 അതാണെന്ത് തെറ്റായിട്ടുള്ളത്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങൾ ഇല്ല, അതാണ് കറക്റ്റ്. ഓക്കെ, അധികാരങ്ങൾ ഇല്ല.
പിന്നെ 18 വയസ്സിന് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ട്. പിന്നെ ആരും നിയമത്തിന് അതീതരല്ല. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ ഒരു പൗരത്വം ഇല്ല. ഓക്കെ, ദേശീയ പൗരത്വം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്താണ് അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ എന്തുണ്ട്, കടമകളും ഉണ്ട്. പിന്നെ നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ എന്താണ്, നിയന്ത്രണം ഉണ്ട്. ഓക്കെ, നിയന്ത്രണം ഉണ്ട്. 49ാമത്തെ ചോദ്യം, 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഓപ്ഷൻ സി ആണ് ചലച്ചിത്ര രംഗം. ഓക്കെ, ചലച്ചിത്ര രംഗമാണ്. അടുത്ത നോക്കാം, 50ാമത്തെ ചോദ്യമാണ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആർക്കാണ്? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സാറ ജോസഫ്. ഓക്കെ, സാറ ജോസഫ് ആണ്. അപ്പോൾ 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും ആൻസർ ചെയ്യുക. 51ാമത്തെ ചോദ്യം, വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഒഡീഷ. ഓക്കെ, വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഓക്കെ, ഒഡീഷയാണ്. 52 സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്? സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചേഴ്സ് ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ശാസ്താംപാറ. ഓക്കെ, ശാസ്താംപാറയാണ് ഉത്തരമായിട്ട് വരുന്നത്. 53 കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഫംഗസ് ആണ്. 55 മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം? അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 54 നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം? നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം? ആൻസർ ഓപ്ഷൻ ഡി ആണ് കുരുമുളക്. ഓക്കെ, കുരുമുളകാണ്. 55 മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം? മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തിനെ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം. അപ്പോൾ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അത് ഇതാണ്. 56 കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ ഓപ്ഷൻ സി ആണ് തിരുവനന്തപുരം. ഓക്കെ, തിരുവനന്തപുരമാണ്. 57 അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ? അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ? ആൻസർ ഓപ്ഷൻ സി ആണ് വൈറ്റമിൻ സി. ഓക്കെ, വൈറ്റമിൻ സി ആണ്. 58 സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഇന്ത്യ പാകിസ്ഥാനാണ്. ഓക്കെ, ഇന്ത്യ പാകിസ്ഥാനാണ്. 59ാമത്തെ ചോദ്യം, യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കലാരൂപങ്ങൾ? കൂടിയാട്ടം, മോഹിനിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഒന്ന് മാത്രമാണ് കൂടിയാട്ടം. 60 കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണിവ. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നു. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. ആൻസർ ഓപ്ഷൻ എ ആണ് 2, 4. ഓക്കെ, 2, 4 ആണ്. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ടാണ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു.
പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. 61. താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ചവ. ഇലക്ട്രോൺ ജെ തോംസൺ, പ്രോട്ടോൺ ജെയിംസ് ചാഡ്വിക്ക്, ന്യൂട്രോൺ റൂദർഫോർഡ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഒന്ന് മാത്രം. ഇലക്ട്രോൺ ജെ തോംസൺ ആണ്. ഇത് കണ്ടുപിടിക്കാൻ ഒരു കോഡുണ്ട്, PEN, പെൻ, RTC. ഓക്കെ. പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡാണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക്. ഓക്കെ, ചാഡ്വിക്കിൻ്റെ C ആണത്. അപ്പോൾ പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡാണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്കാണ്. ഓർത്ത് വെച്ചേക്ക്. 62. താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഇതിൽ നിന്ന് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിൽ സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? ആൻസർ ഓപ്ഷൻ C ആണ്, കലാമിൻ. ഓക്കെ, കലാമിനാണ്. 63. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകത്തെ കണ്ടെത്തിയത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജൻ ആണ് എന്ത് ചെയ്തത്? നമ്മുടെ ഹൈഡ്രജൻ കണ്ടെത്തിയതാണ് ഹെൻറി കാവൻഡിഷ്. മാസ് നമ്പർ 1 ആണ്. ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. 64 നോക്കാം. താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ശരിയായത് കണ്ടെത്താനാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. 65. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? 2023 ചോദിച്ചിരിക്കുന്നത്. 2025 രസതന്ത്ര നോബലുണ്ട്. അത് ഉറപ്പായിട്ടും പഠിച്ചിട്ട് വേണം ഈ ഒരു എക്സാമിന് പോവാൻ. ആൻസർ ഓപ്ഷൻ C ആണ്, ക്വാണ്ടം ഡോട്ടാണ്. ഓക്കെ, ക്വാണ്ടം ഡോട്ടാണ്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, സമീർ വി കാമത്താണ്. ഓക്കെ, സമീർ വി കാമത്താണ്. 67 നോക്കാം. 67 PSC ക്യാൻസലാക്കിയിട്ടുണ്ട്. 68 നോക്കാം. മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ C ആണ്, പ്രോട്ടോസോവ. ഓക്കെ, പ്രോട്ടോസോവയാണ്. 69. വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, സാൽമോണല്ല ടൈഫി ആണ്. ടൈഫി എന്താണ്? ടൈഫോയിഡ് ആണ്. ഓക്കെ, ടൈഫോയിഡ് ആണ്. 70. ചോദ്യം. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏത്? രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏത്? ആൻസർ ഓപ്ഷൻ C ആണ്, മോണോസൈറ്റ് ആണ്. ഓക്കെ, മോണോസൈറ്റ് ആണ്. ഇനി കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശീതരക്തമാണോ ഏതാണ്? ബേസോഫിലാണ്. ഓക്കെ, ബേസോഫിലാണ്. 71. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം എത്ര? ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 0.8 സെക്കൻഡ്. ഓക്കെ, 0.8 സെക്കൻഡ് ആണ്. 72. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്ത്? എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്ത്? ഓപ്ഷൻ എ ആണ്, ലെപ്റ്റോസ്പൈറ. ഓക്കെ, ലെപ്റ്റോസ്പൈറയാണ്.
73. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്ത്? ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് BCG. ഓക്കെ, ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്താണ്? BCG. 74. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്ര? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 9 to 11 mg ആണ്. ഓക്കെ, 9 to 11 mg ആണ്. 75. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളി ഏത്? മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളി ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് മെനിഞ്ചസ് ആണ്. ഓക്കെ, മെനിഞ്ചസ് ആണ്. 76. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. ആൻസർ ഓപ്ഷൻ ഡി ആണ് K4 കട്ട. അങ്ങനെ ഓർത്തിരുന്നാൽ മതി, K4 കട്ട. 77. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന്? ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന്? ആൻസർ ഓപ്ഷൻ സി ആണ് ജൂലൈ 28 ആണ്. ഓക്കെ, ജൂലൈ 28. 78ാമത്തെ ചോദ്യം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി ആണ് മിഠായി ആണ്. ഓക്കെ, മിഠായി ആണ്, മിഠായി. 79. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏത്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി. ആൻസർ ഓപ്ഷൻ സി നെഗ്ലേറിയ ഫൗലോരി. നെഗ്ലേറിയ ഫൗലോരിയാണ്. ലാസ്റ്റത്തെ ചോദ്യം. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആശാധാര. ഓക്കെ, ആശാധാരയാണ്. ഇന്നത്തെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്ക് 61 മാർക്കാണ്. എല്ലാവർക്കും എത്ര മാർക്കാണ് കിട്ടിയതെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ ഒരു വീഡിയോ എത്തിക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.